വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കപ്പ് ഗോതമ്പും, അരക്കപ്പ് റവ, ഒരു കപ്പ് പാല്, ഒരു നേന്ത്രപ്പഴം. ഈ നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ റവ ഈ പാൽ വെച്ചിട്ട് കുറച്ച് സമയം ഇവിടെ വെക്കാം. അപ്പോൾ അത് കുതിർന്ന് വരും. ഉപ്പിട്ടിട്ട് അവിടെ വെച്ച് കൊടുക്കുക കുറച്ച് സമയം. അപ്പോൾ ആ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ മൂടി വെക്കാം. അത് കുതിരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പഴം ഇതുപോലെ മുറിച്ചിട്ട് കടായിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വാടി വരട്ടെ. നല്ല പഴുത്ത പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. നമുക്കിത് തിരിച്ചു വെച്ച് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വാടി വന്നാൽ മതി. എന്നിട്ട് ഇതിനെ നന്നായി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതേപോലെ നല്ല പഴുത്ത തോലി വറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നല്ലതായിട്ടല്ല. അങ്ങനെ പഴം പുഴുങ്ങി കഴിക്കുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ അതുപോലെ ഇതൊക്കെ ഒന്ന് അടുത്തടുത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. പുഴുങ്ങി കഴിച്ചിട്ടും വാട്ടിയിട്ടൊക്കെ മടുത്ത ആൾക്കാരുണ്ടാവില്ലേ, അവരിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇത് മുഴുവൻ തിരിച്ച് വെച്ചിട്ട് നമുക്കിത് വാട്ടി അരച്ചെടുക്കാം. ചൂടാറിയിട്ടുണ്ട്. ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കുതിർന്നിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അരിപ്പൊടി ഇട്ട് ഗോതമ്പത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പഴം ഇതിൽ ചേർത്തെടുക്കുക. ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഇളക്കി ചേർത്ത് ചുട്ടെടുക്കുക. നിങ്ങളുടെ അടുത്ത് കറുത്ത എള്ളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഇടണ്ട. അതില്ലാച്ചിട്ട് ഉണ്ടാക്കാണ്ട് നിൽക്കരുത്, ഉണ്ടാക്കണം. കുറച്ച് ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കത് ചുട്ടെടുക്കാം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചുട്ടെടുക്കാം. അപ്പോൾ പാൻ നല്ല ചൂടായിട്ട് അതിൻ്റെ മേലെ കുറച്ച് പശു നെയ്യ് പറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പശു നെയ്യ് വേണ്ടെങ്കിൽ എള്ളെണ്ണ വരത്തിയാലും മതി കേട്ടോ. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ പാനാണെങ്കിൽ നമുക്ക് 2-3 എണ്ണൊക്കെ ഉണ്ടാക്കി വെക്കാം. വേറട്ടെ. വെന്താൽ നമുക്ക് തിരിച്ചു വെച്ചു അടിക്ക് പറ്റുമൊന്നുണ്ട് കേട്ടോ. വെള്ളം ഇടുക മതി. തിരിച്ചു വെച്ചു
എല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. ആ വട്ടം കൂടി വന്നാൽ നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്കോ എന്താക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. അതുപോലെ എടുത്തിട്ട് നമുക്ക് അടുത്തത് കാണാൻ എടുക്കാം. എല്ലാം എടുത്തിട്ട് ആദ്യം പറഞ്ഞിട്ട് തന്നെ അങ്ങ് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്നുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. കണക്കായ മധുരമൊക്കെ കുറച്ചിട്ടാൽ മതി, ഒക്കെ നോക്കിയിട്ടിട്ടാൽ മതി. കുറച്ച് ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ടിട്ടില്ല ഞാൻ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. നമുക്ക് ചായൻ്റെ കൂടെ, നമുക്ക് രാവിലത്തെ ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റും. മധുരമൊക്കെ കണക്കാട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. വീട്ടിലെന്തായാലും പഴം ഉണ്ടാവില്ലേ? കുറച്ച് തോല് കറുത്ത പഴമാണെങ്കിൽ അത് നല്ലതുമാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ബൈ.